الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുക എന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും നല്ല ആൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളാണ്. ഈ കിതാബ് സന്മാർഗവും പ്രകാശവും ബറകത്തുമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇതൊരു കിതാബാണ്, നാം ഇത് താങ്കൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. മുബാറക്കായ കിതാബാണിത്, ബറകത്തുള്ള കിതാബ്. ഇതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുവാൻ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുവാൻ ഈ കിതാബിനെ കുറിച്ച് റബ്ബ് പറഞ്ഞു, ഫീഹി ദിക്റുക്കും, ഇതിലാണ് നിങ്ങളുടെ ദിക്റുള്ളത്. നിങ്ങളുടെ എല്ലാ നിങ്ങൾക്കുള്ള ഉത്ബോധനവും അതുപോലെ നിങ്ങളുടെ ഷറഫ്, നിങ്ങളുടെ അന്തസ്സും അഭിജാത്യവും എല്ലാം ഉള്ളത് ഈ കിതാബിലാണ്. ഇതിന്റെ അനുയായികളാണ് നാം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്ക് വഴി കാണിക്കുന്നു. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല. നിന്റെ റബ്ബിന്റെ വാക്ക് സിദ്ഖ് കൊണ്ടും അദ്ല് കൊണ്ടും പൂർത്തിയായിരിക്കുന്നു. അഥവാ ഇത് പരിപൂർണമായ സിദ്ഖാണ്, സത്യം മാത്രമേ ഇതിലുള്ളൂ. അള്ളാഹു അറിയിച്ചു തന്നതെല്ലാം യാഥാർത്ഥ്യം മാത്രം. അതുപോലെ ഇതിലെ വിധിവിലക്കുകളെല്ലാം അദ്ലാണ്, പരിപൂർണമായ നീതിയാണ്. ഇതിൽ തരിമ്പ് പോലും അനീതിയില്ല. അതുകൊണ്ട് മരണം വരെ നാം ഖുർആൻ പഠിക്കുന്നവരായിരിക്കണം. അള്ളാഹുവിന്റെ കലാം ആവർത്തിച്ച് പാരായണം ചെയ്യുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിന്റെ തഫ്സീർ പഠിക്കുകയും അത് ജീവിതത്തിൽ അമലാക്കുകയും ചെയ്യുന്നവരായിരിക്കണം നാം. ഈ ഖുർആനിൽ നിന്ന് വല്ലതും ഓതാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വല്ല ദിവസവും കടന്നുപോയാൽ നാം അതിൽ ആത്മാർത്ഥമായി ഖേദിക്കുകയും വീണ്ടും വീണ്ടും ഖുർആനിലേക്ക് നാം തിരിയുകയും വേണം. വഫഖനില്ലാഹു വയ്യാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ലവരിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്തുൽ വാഖിഅയുടെ തഫ്സീറാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ഇതിലെ 33 വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്. 34ാമത്തെ ആയത്ത് അല്ലാഹു അസ്ഹാബുൽ യമീനിനെ കുറിച്ച് പറയുന്നു. അഥവാ സ്വർഗക്കാരായ വലതുഭാഗത്തിന്റെ ആളുകൾ അവരെവിടെയൊക്കെയാണ്? അവർ അതീവ സുന്ദരമായ സ്വർഗത്തിലാണ്. അവർക്കവിടെ ഏറ്റവും നല്ല വാസകേന്ദ്രവും ഏറ്റവും നല്ല ഭക്ഷണവും പാനീയവും ഏറ്റവും നല്ല ഇണകളും എല്ലാം ഉണ്ട്. വഫുറുഷിൻ മർഫൂഅ. അവർ വഫുറുഷിൻ മെത്തകളിലാണ്, മർഫൂഅ ഉയർത്തപ്പെട്ട മെത്തകളിൽ. വഫുറുഷിൻ മർഫൂഅ. ഇമാം ഇബ്നു കസീർ പറയുന്നു, ആലിയത്തുൻ വതീഅത്തുൻ നാഇമത്തുൻ. മിനുസമുള്ള മൃദുവായ ഏറ്റവും നല്ല കിടക്കയിലാണ്, വിരിപ്പിലാണ് അവർ കഴിയുക.
إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളുടെ പട്ടുമെത്തയെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം ആ മെത്തകളിൽ അവരുടെ കൂടെ ഉണ്ടാകുന്ന അവരുടെ ഇണകളെ കുറിച്ച് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗീയ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വലനസീഫുഹാ അല റഅസിഹാ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. അവളുടെ തലയിലുള്ള തട്ടം അത് ഈ ലോകവും അതിലുള്ളത് മുഴുവനേക്കാൾ ഖൈറാണ്. അവരുടെ ഒരു വസ്ത്രത്തിന്റെ കാര്യമാണ്. അവരിൽപ്പെട്ട ഒരു സ്ത്രീ എങ്ങാനും ഭൂമിയിലേക്ക് നോക്കിയിരുന്നുവെങ്കിൽ ലാബാഅത് മാ ബൈനഹ, സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ളതെല്ലാം അവളുടെ പ്രകാശം കൊണ്ട് നിറയുമായിരുന്നു. അതിനിടയിൽ മുഴുവൻ അവളുടെ സുഗന്ധം കൊണ്ട് നിറയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞു ഖൈറാത്തുൻ ഹിസാൻ, ഖൈറാത്തുൻ ഹിസാൻ, ഏറ്റവും നല്ലവർ, ഏറ്റവും നല്ല സ്വഭാവവും പെരുമാറ്റവുമുള്ള, ഏറ്റവും നല്ല മുഖങ്ങളുള്ള, ഏറ്റവും നല്ല ശബ്ദമുള്ള, ഏറ്റവും നല്ല സ്ത്രീകൾ. വലഹും ഫീഹാ അസ്വാജും മുതഹറ, അവർക്കവിടെ പരിശുദ്ധരായ ഇണകളുണ്ട്. ദുനിയാവിലെ എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും പരിശുദ്ധരാണ് സ്വർഗവാസികൾ, പ്രത്യേകിച്ച് സ്വർഗത്തിലെ സ്ത്രീകൾ. മുതഹറത്തുൻ എന്ന് പറഞ്ഞാൽ മിനൽ ബൗലി വൽ ഹൈദി വന്നിഫാസി വൽ ഖുലുഖി ദമീമ, പരിശുദ്ധരാണവർ ദുനിയാവിലെ നജസുകളിൽ നിന്ന്, ദുനിയാവിലെ മൂത്രം, ആർത്തവം, പ്രസവരക്തം, മോശമായ സ്വഭാവങ്ങൾ, ഇതിൽ നിന്നെല്ലാം പരിശുദ്ധനാണവർ. ഇവിടെ അല്ലാഹു പറയുന്നു ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ, തീർച്ചയായും നാം അൻശഅനാഹുന്ന അവരെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. ഇൻശാഅൻ ഒരു വളർത്തിക്കൊണ്ടുവരൽ. അഥവാ ഇമാം ഇബ്നു കസീർ പറയുന്നു അഅദ്നാഹുന്ന ഫി നശ്അത്തിൽ ആഖിറ ബഅദമാ കുന്ന അജായിസ റുംസ. അല്ലാഹു പറയുന്നു നാം അവരെ വളർത്തിക്കൊണ്ടുവന്നു, അഥവാ നാം അവരെ വീണ്ടും വളർത്തി. രണ്ടാമത്തെ നശ്അത്തിൽ, നശ്അ എന്ന് പറഞ്ഞാൽ വളർത്തുക, അതാണ് ഇൻഷാ. നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന ഇൻഷാ അല്ല, ഇത് അത് മൂന്നാണ്. ഇൻ ഷാ അല്ലാഹു, ഇൻ എന്നത് വേറെ വാക്കാണ്. അഥവാ ഒരു കാര്യം ചെയ്തെങ്കിൽ, ഇൻ ദഹബ പോയെങ്കിൽ, ഇൻ ജാ വന്നെങ്കിൽ, അതുപോലെ ഇൻ ഷാ അല്ലാഹ് ഉദ്ദേശിച്ചെങ്കിൽ, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ. ഇവിടെ ഷാ എന്ന വാക്കാണ്. ഇൻ എന്നത് വേറെ, ഷാ വേറെ. എന്നാൽ ഇവിടെ ഉള്ളതോ ഇത് രണ്ടും ഒന്നാണ്. ഇൻഷാ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ വാക്കാണ്. അൻഷാ എന്ന് പറഞ്ഞാൽ വളർത്തി എന്നാണ് അതിന്റെ അർത്ഥം. നശാ വളർന്നു, അൻഷാ വളർത്തി. നശാ വളർന്നു, അൻഷാ വളർത്തി. ഇൻഷാ എന്ന് പറഞ്ഞാൽ വളർത്തൽ, വളർത്തിക്കൊണ്ടുവരൽ. ഇന്ന അൻശഅനാഹുന്ന, തീർച്ചയായും നാം അവരെ വളർത്തിയിരിക്കുന്നു. ഇൻഷാ ഒരു വളർത്തിക്കൊണ്ടുവരൽ, വളർത്തിയിരിക്കുന്നു നാം അവരെ. അഥവാ അല്ലാഹു നശ്അത്തുൽ ഉഖ്റ എന്ന് ഖുർആനിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ ഖിയാമത്ത് നാളിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അന്നശ്അത്തുൽ ഉഖ്റ, രണ്ടാമത്തെ വളർത്തൽ. അല്ലാഹു ഈ ഭൂമിയിൽ മണ്ണ് ചേർന്ന മനുഷ്യരെ രണ്ടാമത് വളർത്തിക്കൊണ്ടുവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മനുഷ്യനെ മുഴുവനായും മണ്ണ് തിന്നും, ഇല്ല അജബുദ്ദനബ്, അജബുദ്ദനബ് ഒഴികെ. അജബുദ്ദനബ് എന്നാൽ മനുഷ്യന്റെ നട്ടലിന്റെ ഏറ്റവും അടിഭാഗത്തുള്ള ഒരു ചെറിയ വിത്ത് പോലെ, ഒരു ചെറിയ മണി പോലെ ഉള്ള ഒരു ഭാഗമാണ്. അതാണ് അജബുദ്ദനബ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഭൂമിയിൽ മനുഷ്യരെ മറമാടിയാൽ, അവരെ ഖബറടക്കിയാൽ എല്ലാം നശിക്കും, ഇതൊഴികെ, അജബുദ്ദനബ് ഒഴികെ, ഒരു വിത്തുപോലെ. അതിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതും നമ്മെ ജീവിപ്പിക്കുക. ഖിയാമത്ത് നാളായാൽ രണ്ടാമത്തെ കാഹളത്തിലെ ഊതപ്പെട്ടാൽ അല്ലാഹു ഒരു മഴ വർഷിപ്പിക്കും. ആ മഴ പെയ്യുന്നതോടെ
വരണ്ടുണങ്ങിയ ഭൂമിയിൽ നിന്ന് മഴ പെയ്താൽ എങ്ങനെയാണോ ചെടിയും സസ്യങ്ങളും മരങ്ങളും ഒക്കെ മുളച്ചു പോകുന്നത്, അതുപോലെ മനുഷ്യരിൽ നിന്ന് രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ് വളർന്നു വരും. അതാണ് അള്ളാഹുവിന്റെ അന്നശത്തുൽ ഉഖറ, മറ്റൊരു വളർത്തൽ, രണ്ടാമത്തെ ജീവിപ്പിക്കൽ. അതാണ് ആദ്യം ഇത് ചെയ്ത റബ്ബിന് രണ്ടാമത്തത് യാതൊരു പ്രയാസവുമില്ല. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون. അള്ളാഹു ആകാശഭൂമികളെ പടച്ച റബ്ബിന് അവരെ വീണ്ടും പടക്കുക എന്നത് എന്തു പ്രയാസം? അവൻ അതിന് കഴിവുള്ളവനല്ലയോ? ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അള്ളാഹു അവൻ തന്നെയാണ് ഏറ്റവും നന്നായി പടക്കുന്നവനും എല്ലാം അറിയുന്നവൻ. ആദ്യമായി സൃഷ്ടിച്ച റബ്ബിന് രണ്ടാമത് പടക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഈ രണ്ടാമത്തെ വളർത്തിക്കൊണ്ടുവരൽ, അതിൽ ഈ സ്വർഗ വനിതകളെ അള്ളാഹു എങ്ങനെയാക്കും? ബഅദമാ കുന്ന അജായിസ റുംസ. ഇബ്നു കസീർ പറയുന്നു, ദുനിയാവിൽ അവർ വൃദ്ധകളായി, അങ്ങേയറ്റത്തെ കിഴവികളായി കഴിഞ്ഞതിനു ശേഷം, അങ്ങേയറ്റം വയസ്സായതിനു ശേഷം അള്ളാഹു അവരെ വളർത്തിക്കൊണ്ടുവരും. അതാണ് ഇവിടെ പറഞ്ഞത്, ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ. നാം അവരെ ഒരു വളർത്തൽ വളർത്തും. ഫജഅൽനാഹുന്ന, നാം അവരെ ആക്കിയിരിക്കുന്നു അബ്കാറൻ. അബ്കാറൻ എന്നാൽ ബിക്ർ എന്ന വാക്കിന്റെ ബഹുവചനമാണ് അബ്കാർ. ബിക്ർ എന്നാൽ കന്യക എന്നാണ് അർത്ഥം, കന്യകയായ പെണ്ണ്. ഇന്ന ഫജഅൽനാഹുന്ന അബ്കാറ, നാം അവരെ കന്യകകളാക്കിയിരിക്കുന്നു. ഉറുബൻ, ഉറുബൻ എന്ന വാക്കിന്റെ വിശദീകരണം നാം പറയാം. അതിനു മുമ്പ് നമ്മൾ പറയാം അതിന്റെ നേരെ വാക്കർത്ഥം. ഉറുബൻ ഏറ്റവും നല്ല സ്വഭാവത്തിൽ തങ്ങളുടെ ഇണകളോട് അവരുടെ ഇഷ്ടം നേടുന്ന രൂപത്തിൽ പെരുമാറുന്ന, അവരോട് അങ്ങേറ്റം സ്നേഹത്തോടെ പെരുമാറുന്ന സ്ത്രീകൾ. അത്രാബൻ, ഒരേ പ്രായത്തിലുള്ളവർ, സമപ്രായത്തിനുള്ള സ്ത്രീകൾ. അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീനിനു വേണ്ടി, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വലതുഭാഗക്കാർക്ക് വേണ്ടി, നന്മയുടെ ആളുകൾക്ക് വേണ്ടി. ഇബ്നു കസീർ പറയുന്നു, അള്ളാഹു ഇപ്പറഞ്ഞതിന്റെ അർത്ഥം, അവർ വൃദ്ധകളായതിനു ശേഷം നാം അവരെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ സിർന അബ്കാറൻ ഉറുബ, അവർ അബ്കാറും ഉറുബുമായി തീർന്നു. ഐ ബഅദ സിയൂബതി, അഥവാ അവർ കന്യകകളല്ല, വിവാഹിതകളും ഭർത്താവ് ഉണ്ടായ ഒരു തവണയെങ്കിലും ഭർത്താവ് ഉണ്ടായ സ്ത്രീകൾ, ഒരു തവണയെങ്കിലും അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ത്രീ, അവർക്കാണ് സയ്യിബ് എന്ന് പറയുക. സയ്യിബിന്റെ വിപരീതമാണ് ബിക്ർ. സയ്യിബ് എന്നാൽ ഒരു തവണ വിവാഹിതയായ പെണ്ണ്, ഒരു തവണ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഭർത്താവ് ഉണ്ടാകാതിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ. ബിക്ർ എന്നാൽ കന്യകയായ പെണ്ണ്. അങ്ങനെ അവർ സയ്യിബായതിനു ശേഷം അള്ളാഹു അവരെ വീണ്ടും ബിക്റുകളാക്കി. അതുപോലെ ഉറുബൻ, ഉറുബൻ എന്ന് പറഞ്ഞാൽ ഐ മുതഹബ്ബിബാതുൻ ഇലാ അസ്വാജിഹിന്ന, അവരുടെ ഭർത്താവിനോട് ഏറെ സ്നേഹം കാണിക്കുന്ന, ഏറെ സ്നേഹം പിടിച്ചു പറ്റുന്ന സ്ത്രീകൾ. ബിൽ ഹലാവതി വദ്ദിറാഫതി വൽ മലാഹ, വളരെ നല്ല പെരുമാറ്റത്തോടെ. അതുപോലെ ഒരു പെണ്ണ് അവൾ അങ്ങേയറ്റം സ്നേഹമുള്ള സമയത്ത് ഭർത്താവിനോട് എങ്ങനെയാണോ പെരുമാറുന്നത്, അതുപോലെ ഭംഗിയിൽ പെരുമാറുന്നവൾ. ഇമാം ഇബ്നു കസീർ ഈ ആയത്തുകളുടെ തഫ്സീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗ സ്ത്രീകളെ കുറിച്ച് പറയുന്ന പല ഹദീസുകളും ഉദ്ധരിച്ചിരിക്കുന്നു. അത് നമ്മൾ വായിക്കുകയാണ്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് എന്ന താബിഈ പറയുന്നു, അത്തത അജൂസുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു അജൂസായ സ്ത്രീ വന്നു. അജൂസ് എന്നാൽ വളരെ പ്രായമുള്ള ഒരു സ്ത്രീ. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ അൻ യുദ്ഖിലനിൽ ജന്ന, എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാൻ അല്ലാഹുവിനോട് തേടിയാലും, അല്ലാഹുവിനോട് ദുആ ചെയ്താലും. ഫഖാല, അപ്പോൾ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മ ഫുലാൻ, ഇന്നൽ ജന്നത ലാ തദ്ഖുലുഹാ അജൂസ്, ഇന്നൽ ജന്നത ലാ തദ്ഖുലുഹാ അജൂസ്, കിഴവികൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഫവല്ലത് തബ്കി, ഇത് കേട്ടപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു.
ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറൂഹ, അവരെ വിവരം അറിയിക്കൂ, അല്ലാ തദ്ഖുലുഹ അന്നഹ ലാ തദ്ഖുലുഹ أنها لا تدخلها وهي عجوز, അവർ വൃദ്ധയായി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇന്ന അല്ലാഹ തആല യഖൂൽ, കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്റാബ, നാം അവരെ രണ്ടാമത് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു, അവരെ നാം കന്യകകളാക്കിയിരിക്കുന്നു, ഉറുബൻ ഭർത്താക്കന്മാർ അവരുടെ ഇണകളോട് ഏറെ സ്നേഹമുള്ളവരാക്കിയിരിക്കുന്നു, അത്റാബൻ ഒരേ പ്രായക്കാരാക്കിയിരിക്കുന്നു. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസ്, ഈ സനദ്, ഇത് മുർസലായ സനദാണ്. എന്ന് പറഞ്ഞാൽ താബിഈയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. പൊതുവെ അങ്ങനത്തെ ഹദീസുകൾ സ്വീകരിക്കപ്പെടുകയില്ല. പക്ഷേ ഇതിന് ഷാഹിദായ, ഇതിന് ഇതേ ആശയം വരുന്ന വേറെയും ഹദീസുകൾ വന്നിട്ടുള്ളത് കൊണ്ട് ഇമാം അൽബാനി റഹിമഹുല്ലാഹ് തന്റെ സിൽസിലത്തു സഹീഹയിൽ ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വൃദ്ധയായ ഒരു സ്ത്രീ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, കിഴവികൾ സ്വർഗത്തിൽ കയറുകയില്ല. അവർ കരഞ്ഞ് തിരിഞ്ഞു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ച് പറയാൻ പറഞ്ഞു, അവർ വൃദ്ധയായിട്ട് സ്വർഗത്തിൽ കയറുകയില്ല, മറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നാം അവരെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. അഥവാ അള്ളാഹു വൃദ്ധകളായ സ്ത്രീകളെ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവരെ യുവതികളാക്കി മാറ്റും, അവരെ കന്യകകളാക്കി മാറ്റും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാവരും സ്വർഗത്തിൽ ഒരേ പ്രായത്തിനാണ്. ദുനിയാവിലെ യാതൊരു ന്യൂനതയും സ്വർഗത്തിലില്ല. മനുഷ്യൻ എന്ത് ന്യൂനതയുണ്ടോ, കുറവുണ്ടോ, അത് സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. ഉറുബൻ അത്റാബൻ ലിഅസ്ഹാബിൽ യമീൻ. ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീർ ഉദ്ധരിച്ച മറ്റൊരു ഹദീസാണ്. عن أبي هريرة عن رسول الله صلى الله عليه وسلم أنه قيل له, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അനതഉ ഫിൽ ജന്ന, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ സ്വർഗത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമോ ഇണകളുമായി? ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, والذي نفسي بيده دحما دحما فإذا قام عنها رجعت مطهرة بكرا. അല്ലാഹു ആണ്, എന്റെ നഫ്സാരുടെ കയ്യിലാണോ, ആ റബ്ബാണ് സത്യം, അതെ, ദഹ്മൻ ദഹ്മൻ, നിങ്ങൾ അവരുമായി ഏറെ ഉന്മേഷത്തോടെ, ഏറെ താല്പര്യത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഫഇദാ ഖാമ അൻഹ, എന്നിട്ട് അതിനുശേഷം അവളിൽ നിന്ന് അയാൾ എണീറ്റാൽ റജഅത് മുതഹറതൻ ബിക്റാ, അവൾ വീണ്ടും കന്യകയായിത്തീരും, വീണ്ടും അവൾ പരിശുദ്ധയായിത്തീരും. ഇമാം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാഹ് തന്റെ സിൽസിലത്തുൽ ഹദീസ് സഹീഹയിൽ ഈ ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിരിക്കുന്നു, സ്ഥിരപ്പെട്ട ഹദീസാണ്. അൻ അബീ ഹുറൈറത ഖാൽ ഖീല യാ റസൂലല്ലാഹ്, മറ്റൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഹൽ നസിലു ഇലാ നിസാഇനാ ഫിൽ ജന്ന, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ സ്ത്രീകളുമായി ബന്ധപ്പെടുമോ സ്വർഗത്തിൽ? ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ലയസിലു ഫിൽ യൗമി ഇലാ 100 അദ്റാ, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ഒരു ദിവസം 100 കന്യകകളുമായി ബന്ധപ്പെടുന്നതാണ്. ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം അൽബാനി തന്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നു. عن أنس عن النبي صلى الله عليه وسلم قال يعطى المؤمن في الجنة قوة كذا وكذا من الجماع. ഇമാം തിർമിദി ഉദ്ധരിച്ച മറ്റൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുഅ്മിന് സ്വർഗത്തിൽ അവന് ഇത്ര ശാരീരിക ബന്ധത്തിനുള്ള ശക്തി നൽകപ്പെടുന്നതാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസാണ്. ഇമാം ഇബ്നു കസീർ ഈ ആയത്തുകളുടെ തഫ്സീറിൽ ഇത് ഉദ്ധരിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, സ്വർഗം എന്നത് അള്ളാഹു മനുഷ്യന്റെ
നഫ്സിനും റൂഹിനും എല്ലാ നിലക്കും എല്ലാ സന്തോഷവും നൽകാൻ വെച്ചിട്ടുള്ളതാണ്. അത് നസ്രാനികൾ പറയുന്നത് പോലെയല്ല. നസ്രാനികളും കുഫാറുകളും മുസ്ലിമീങ്ങളുടെ ഈ വിശ്വാസത്തെ പരിഹസിക്കുന്നു. ഇതെന്ത് സ്വർഗമാണ്, കള്ളു കുടിച്ചിട്ടും പെണ്ണുങ്ങളായിട്ട് ആയിട്ടൊക്കെ നടക്കുന്ന സ്വർഗമോ എന്നൊക്കെ അവർ പരിഹസിക്കുന്നു. എന്നാൽ സഹോദരങ്ങളെ, അവർ പരിഹസിക്കുന്നത് അവർക്ക് ലഭിക്കാതെ പോകുന്ന സ്വർഗത്തെയാണ്. ആ വിശ്വാസത്തിലാണോ അവരുള്ളത്, അവർ അത് ലഭിക്കുകയില്ല. ഏതുപോലെ മുഅത്തിൽ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിനെ പരിഹസിക്കുന്ന കക്ഷി അള്ളാഹുവിനെ കാണുക എന്നതിനെ അവർ നിഷേധിച്ചു. അവരൊന്നും അള്ളാഹിനെ കാണാൻ കഴിയില്ല, അള്ളാഹുവിന്റെ റുഅ്യ അവർ നിഷേധിച്ചു. അപ്പോ പണ്ഡിതന്മാർ പറഞ്ഞു, നിഷേധിച്ചു, ആ നിഷേധം കാരണത്താൽ തന്നെ അവർക്കത് നഷ്ടപ്പെടുകയും ചെയ്തു. റബ്ബിനെ അവർ കാണുകയില്ല. ശരിയാ, അപ്പൊ അവർ പറഞ്ഞു ശരിയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായി ആ പറഞ്ഞത്. അവർ റബ്ബിനെ കാണുകയില്ല. എന്നാൽ മുഅ്മിനീങ്ങൾ അവരുടെ റബ്ബിനെ സ്വർഗത്തിൽ വെച്ച് കാണുന്നതാണ്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ചില മുഖങ്ങൾ അന്ന് പ്രസന്നമായിരിക്കും, അവരുടെ റബ്ബിനെ നോക്കിക്കൊണ്ടിരിക്കും. അവർ പറയുന്നത്, നസ്രാനികൾ പറയുന്നത്, സ്വർഗം എന്നാൽ, അവർ പറഞ്ഞു ഞങ്ങൾ സ്വർഗത്തിൽ വിശ്വസിക്കുന്നു, പക്ഷേ സ്വർഗം എന്നാൽ റൂഹിന് മാത്രമുള്ളതാണ്, ആത്മീയമായ സുഖം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മുസ്ലിമീങ്ങൾ പറയുന്നു ഇസ്ലാമിന്റെ വിശ്വാസം അങ്ങനെയല്ല, മറിച്ച് റൂഹിനും ജസദിനുമുള്ളതാണ് സ്വർഗം, ശരീരത്തിനും ആത്മാവിനുമുള്ളതാണ് സ്വർഗം. കാരണം ദുനിയാവിൽ മനുഷ്യൻ നല്ലത് ചെയ്യുന്നതും തെറ്റ് ചെയ്യുന്നതും റൂഹ് കൊണ്ട് മാത്രമല്ല, റൂഹ് കൊണ്ടും ജസദ് കൊണ്ടുമാണ്, ശരീരം കൊണ്ടും ആത്മാവും കൊണ്ടും ആണ്. സ്വർഗത്തിലും അങ്ങനെയായിരിക്കും. അവിടെ അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യന്റെ മനസ്സ് കൊതിക്കുന്നത്, അവന്റെ കണ്ണിന് കൺകുളിർമയാക്കുന്നത് നൽകിയിരിക്കും. ഓരോരുത്തർക്കും യോജിച്ചത്. പുരുഷന്റെ പ്രകൃതിയാണ് അവന് ഒന്നിലധികം ഇണകളായ സ്ത്രീകളെ അവന് യോജിച്ചതാണ് എന്നത് പുരുഷന്റെ പ്രകൃതിയാണ്. പുരുഷൻ അത് ഒരു പ്രയാസം ഉണ്ടാക്കുകയില്ല, അവന്റെ പ്രകൃതി അതിന് യോജിച്ചതാണ്. അതുകൊണ്ടാണ്, മാത്രമല്ല സ്ത്രീയെക്കുറിച്ചുള്ള വർണ്ണന പുരുഷനെ മോഹിപ്പിക്കുന്നതാണ്, അവന് ആഗ്രഹം ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് വേറൊരു പെണ്ണിനെ വർണ്ണിക്കാൻ പാടില്ല. ചില പെണ്ണുങ്ങൾക്കുണ്ടല്ലോ അങ്ങനെ സ്വഭാവം. ഒരു കല്യാണത്തിനൊറ്റ പോയിട്ട് വന്നിട്ട് ഭർത്താവിനോട് കല്യാണ പെണ്ണിനെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കും, ഓളെ സൗന്ദര്യം വർണ്ണിച്ചു കൊടുക്കും. ഇവൾക്ക് തന്നെയാണ് ഇവൾ ദ്രോഹം ഉണ്ടാക്കി വെക്കുന്നതെന്ന് ഇവൾ തിരിച്ചറിയുന്നില്ല. അത് പാടില്ലാത്തതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. ഒരു ഭർത്താവിന് ഭാര്യ വേറൊരു പെണ്ണിനെ കുറിച്ച് ശരീരവർണ്ണന നടത്താൻ പാടില്ല, അത് പാടില്ലാത്തതാണ്. പുരുഷന് മോഹമുണ്ടാക്കുന്നതും അവന് ആഗ്രഹമുണ്ടാക്കുന്നതുമാണ് സ്ത്രീകളെ കുറിച്ചുള്ള വർണ്ണന. അള്ളാഹു മാത്രമല്ല, പുരുഷന്റെ പ്രകൃതമാണത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അതുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഒന്നാമത്തെ മുഖാതബൂൻ അഥവാ അഭിസംബോധിതർ പുരുഷന്മാരായതുകൊണ്ട് അവരോട് അവരുടെ ഇണകളെ കുറിച്ച് വർണ്ണിച്ചു പറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടി തന്നെ. സ്വർഗത്തിലെത്താൻ മനുഷ്യന് ആഗ്രഹമുണ്ടാകാൻ, അവർക്കുള്ള മഹർ ഒരുക്കുവാൻ. ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ റഹിമഹുല്ലാഹ്, അവർക്കുള്ള മഹറുണ്ട്, അത് നീ ഒരുക്കേണ്ടത് ഇവിടെയാണ്. അവർക്കുള്ള മഹർ അത് തഖ്വയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്. വേറൊന്നും നീ കുറെ പൈസ ഉണ്ടാക്കി വെക്കണ്ട, മറിച്ച് നീ തഖ്വ അത് ഉണ്ടാക്കി വെക്കുക അവർക്ക് വേണ്ടി. അതാണ് അവർക്കുള്ള മഹർ. അള്ളാഹു അവരെ ഇണകളാക്കി ചേർത്തു തരും അവന്റെ അരികിൽ. മാത്രമല്ല, ഈ പരിശുദ്ധരായ ഇണകളെ ഒഴിവാക്കി ദുനിയാവിലെ എല്ലാ മാലിന്യവുമുള്ള, അതുപോലെ ദുനിയാവിൽ ഖേദമുണ്ടാക്കി വെക്കുന്ന നൈമിഷികമായ സുഖത്തിന് ശേഷം പിന്നെ തീരാത്ത സങ്കടവും ഖേദവും വരുത്തി വെക്കുന്ന ദുനിയാവിലെ ഹറാമുകൾക്ക് പിന്നാലെ, വ്യഭിചാരത്തിന് പിന്നാലെ, സ്വർഗരതിക്ക് പിന്നാലെ, അതുപോലുള്ള മോശമായ കാര്യങ്ങൾക്ക് പിന്നാലെ നീ പോകാതിരിക്കാൻ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അന്നൂനിയ എന്ന കവിതയിൽ പറയുകയുണ്ടായി, ഈ സ്വർഗീയ സ്ത്രീകളെ ഭംഗിയായി വർണ്ണിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഫജ്മഅ ഖുവാക, അതുകൊണ്ട് നീ നിന്റെ ശക്തി മുഴുവൻ അവിടേക്ക് സംഭരിച്ചു വെച്ചോളൂ, സ്വർഗത്തിലേക്ക്. അതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുക.
അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ ജീവിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസ് മുഅ്മിനിന് സ്വർഗത്തിൽ ഇത്രയും ശക്തി ലഭിക്കുമെന്ന ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിച്ചതാണ്. ഇമാം അൽബാനി ഈ ഹദീസ് സഹീഹാണെന്ന് തിർമിദിയുടെ സഹീഹു അത്തിർമിദിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അവരെ കുറിച്ചുള്ള വർണ്ണന പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി കാണാം. സൂറത്തുർ റഹ്മാനിൽ, അതുപോലെ ഈ സൂറത്തിൽ, സൂറത്തുൻ നബയിൽ, ഒരുപാട് സൂറത്തുകളിൽ കാണാം. അവരെ മുത്തുകളെന്ന് അല്ലാഹു വിശേഷിപ്പിച്ചിരിക്കുന്നു. മുത്തുകൾ പോലെയുണ്ടെന്ന്, അതുപോലെ മുട്ടകൾ പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അഥവാ അത് പൊളിച്ചാൽ അതിന്റെ മുകളിലുള്ള പാട എത്രമാത്രം മിനുസമുള്ളതാണോ അതുപോലെയാണ് അവരുടെ ശരീരമെന്ന് ആണ് അതിന്റെ വിശദീകരണം പറയപ്പെട്ടിട്ടുള്ളത്. വലിയ കണ്ണുകളുള്ള, കണ്ണിന്റെ വെളുത്ത നിറം ഏറെ വെളുപ്പുള്ള, കറുത്ത നിറം ഏറെ കറുപ്പുള്ള അതീവ ഭംഗിയുള്ള സ്ത്രീകൾ, നന്നായി പുഞ്ചിരിക്കുന്ന, ഏറ്റവും നന്നായി പെരുമാറുന്ന, പാട്ടുകൾ പാടുന്ന, തങ്ങളുടെ ഇണകൾ തങ്ങളുടെ അരികിലേക്ക് വന്നാൽ വല്ലാഹി മാ റഅയ്തു ശൈഅൻ ഫിൽ ജന്നതി അഹ്സന മിൻക വമാ ശൈഉൻ ഫിൽ ജന്നതി അഹബ്ബു ഇലയ്യ മിൻക എന്ന് പറയുന്നവരാണെന്ന് പല റിവായത്തുകളിലും കാണാം, മുൻഗാമികളുടെ തഫ്സീറുകളിൽ കാണാം. അഥവാ അവരുടെ ഇണകൾ അവരുടെ അരികിലേക്ക് വന്നാൽ അവർ പറയും അത്രേ, അള്ളാഹുവാണ്, സ്വർഗത്തിൽ നിന്റെ അത്ര നല്ല വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല, നിന്നെ പോലെ എനിക്ക് വേറെ ഒന്നിനോട് മഹബ്ബത്തില്ല, സ്നേഹമില്ല എന്ന് പറയുമെന്ന് മുൻഗാമികൾ തഫ്സീറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. നോക്കണം, എത്ര മനോഹരമായ വാക്കാണത്. ഒരു മനുഷ്യന്റെ മനസ്സിന് എത്ര കുളിർമ നൽകുന്ന വാക്കുകളാണത്. അള്ളാഹു പറയുന്നു ഉറുബൻ അത്റാബ, അവർ അത്റാബാണ്. അത്റാബ് എന്നാൽ ഫി സിന്നി വാഹിദത്തിൻ 33 സന. സ്വർഗവാസികൾ ഒരേ പ്രായത്തിലാണ്. അവരുടെ എല്ലാവരുടെയും പ്രായം 33 വയസ്സായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിരിക്കുന്നു. അതിന് കാരണമായി പണ്ഡിതന്മാർ പറയുന്നത് തമാമു ശബാബ്, യൗവനത്തിന്റെ പരിപൂർണത ആ പ്രായത്തിലാണത്ര. യൗവനത്തിന്റെ പരിപൂർണത, അറ്റം, അതാണെന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല യൗവനം അതാണെന്ന് പണ്ഡിതന്മാർ അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നു. വല്ലാഹു അലം. അത്റാബൻ, ഒരേ പ്രായക്കാർ, മാത്രമല്ല ഒരേ സ്വഭാവക്കാരാണവർ. അവരുടെ സ്വഭാവം ഒരുപോലെയാണ്. മാത്രമല്ല ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ഒന്നിലധികം ഇണകൾ അയാൾക്കുണ്ടെങ്കിൽ, ഭാര്യമാർ അയാൾക്കുണ്ടെങ്കിൽ, അവർ പരസ്പരം പൊതുവെ സ്നേഹത്തിലായിരിക്കില്ല. പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസം ഉണ്ടാവും. അത് സ്ത്രീകളുടെ ഗൈറത്താണ്. അവരുടെ തന്റെ ഭർത്താവിന്റെ മറ്റേ ഭാര്യയോട് തോന്നുന്ന സ്വാഭാവികമായ ദേഷ്യമാണ്. അതിൽ അവർക്ക് കുറ്റമില്ല. അതിരുവിടാത്തിടത്തോളം ആ ദേഷ്യം കാരണത്താൽ എന്തെങ്കിലും ദുൽമ ചെയ്യാത്തിടത്തോളം അവർക്ക് കുറ്റമില്ല. ആ ദേഷ്യം മനസ്സിൽ തോന്നുക എന്നുള്ളത് സ്ത്രീ സഹജമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് അതുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുമ്പോൾ വേറൊരു ഭാര്യ സൈനബ് ഒരു പാത്രത്തിൽ ഭക്ഷണം കൊടുത്തയച്ച സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആയിഷ റളിയല്ലാഹു അൻഹ അത് തട്ടിത്തെറിപ്പിച്ചു. അത് താഴെ വീണ് പൊട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തിട്ട് എന്താ പറഞ്ഞത്? ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ഗൈറത്തുണ്ടായതാണ്, ദേഷ്യം പിടിച്ചതാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അവരെ ഒന്നും ചെയ്തില്ല, ഒന്നും ആക്ഷേപിച്ചില്ല. അത് സ്ത്രീ സഹജമായ ദേഷ്യമാണ്. പക്ഷെ അത് പരിധി വിട്ട് ദുൽമിലേക്ക് നീങ്ങരുത്. വല്ലാതെ പരിധി വിട്ട് അത് കുഫറിലേക്ക് വരെ എത്തും. കാരണം അള്ളാഹു അവന്റെ ദീനിൽ അനുവദിച്ച കാര്യമാണ് ഒരു പുരുഷന് ഒന്നിലധികം വിവാഹം ചെയ്യാമെന്നത്. അള്ളാഹുവിന്റെ ഹുക്മിനെ വെറുക്കുക എന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിപ്പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ വിധിയെ വെറുക്കുക എന്ന അവസ്ഥയിൽ ഒരിക്കലും എത്താൻ പാടില്ല. അത് കുഫറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് ഗൈറത്തുണ്ടായിട്ടുണ്ട്. അതിനർത്ഥം അവർ എപ്പോഴും ആ വെറുപ്പിൽ കഴിഞ്ഞു എന്നല്ല. ഇതേ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുഗന്ധം പുരട്ടി കൊടുത്തു. എന്തിനു വേണ്ടി? ബാക്കിയുള്ള വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി. ഹദീസുകൾ കാണാം. അള്ളാഹുവിന്റെ വിധിയാണത്. അള്ളാഹുവിന്റെ വിധി അതാണ് ഏറ്റവും ശരിയായ വിധി. മനുഷ്യർ അവരുടെ ബുദ്ധിയാൽ തീരുമാനിച്ചതല്ല, അത് തെറ്റായ വിധിയാണ്. അവർ
ഇസ്ലാമിന്റെ വിധിയെ എതിർക്കുകയും എന്നിട്ട് ഒരിക്കലും മനുഷ്യൻ ഈ ലോകത്തോ പരലോകത്തോ യാതൊരു ഖൈറും ഉണ്ടാക്കാത്ത വ്യഭിചാരത്തിലേക്കും അതുപോലെ അരാജകത്വത്തിലേക്കും ഒക്കെ ജനങ്ങളെ നയിക്കുന്ന നിയമങ്ങളാണ് ഉണ്ടാക്കി വച്ചിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ നിയമമാണ് ഏറ്റവും ശരിയായത്. ദുനിയാവിലെ ഈ ഇണകൾ പരസ്പരം ഉണ്ടാകുന്ന പ്രയാസങ്ങളോ അവർ തമ്മിലുള്ള ദേഷ്യമോ ഒരിക്കലും പരലോകത്തെ ഈ ഇണകൾ തമ്മിൽ ഉണ്ടാവുകയില്ല. മറിച്ച് അവരെല്ലാവരും മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുകയുണ്ടായി, യഅ്തലിഫ്ന ജമീഅൻ വയൽഅബ്ന ജമീഅൻ. മുഅ്മിനിന്റെ സ്വർഗത്തിലെ ഇണകൾ അവർ ഒന്നിച്ച് കളിക്കുകയും ഒന്നിച്ച് നടക്കുകയും ചെയ്യുന്നവരാണ്, ഒരു ദേഷ്യവും തമ്മിലില്ലാതെ. അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ ഹൂറ ഫിൽ ജന്നതി യതഗന്നൈൻ. സ്വർഗീയ വനിതകൾ ഹൂറുൻ ഐൻ അവർ പാട്ടുപാടുന്നതാണ്, ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അവർ പാടുന്ന പാട്ടിന്റെ വരികൾ നമുക്ക് പറഞ്ഞു തന്നു. നഹ്നുൽ ഹൂറുൽ ഹിസാൻ ഹുദീന ലിഅസ്വാജിൻ കിറാം. നഹ്നുൽ ഹൂറുൽ ഹിസാൻ ഹുദീന, ചില റിവായത്തുകളിൽ ഖുബിന ലിഅസ്വാജിൻ കിറാം. ഞങ്ങളാണ് ഹൂറുൽ ഹിസാൻ, അൽ ഹൂറുൽ ഹിസാൻ, ഏറ്റവും നല്ലവരായ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീകൾ. ഹുദീന ലിഅസ്വാജിൻ കിറാം, അങ്ങേയറ്റത്തെ മാന്യന്മാരായ ഏറ്റവും നല്ലവരായ ഇണകൾക്ക് വേണ്ടി അള്ളാഹു ഞങ്ങളെ ഒളിച്ചു വച്ചിരിക്കുന്നു, ഞങ്ങൾ ഒളിച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. ഇത് അവരുടെ ശബ്ദത്തിൽ അവർ പാടുന്ന പാട്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി തന്റെ താരീഖുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ചു. ഇമാം നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹി ഈ ഹദീസ് സഹീഹാണെന്ന് തന്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിലും സഹീഹുൽ ജാമിഅ സഗീറിലും വ്യക്തമാക്കുകയുണ്ടായി. അപ്പൊ സഹോദരങ്ങളെ, ദുനിയാവിലെ അള്ളാഹു ഹറാമാക്കിയ പാട്ടുകളും സംഗീതവും സ്വർഗത്തിലെ ഉന്നതമായ ഒരാളും കേട്ടിട്ടില്ലാത്ത, ഒരു പടപ്പും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദത്തിൽ പാട്ടുപാടുന്ന ഇണകളും ഇത് രണ്ടും എവിടെ കിടക്കുന്നു? അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യുകയില്ല, നിലവാരമില്ലാത്തത് എടുത്ത് ഏറ്റവും നിലവാരമുള്ള അത് കളയുകയില്ല. നമ്മുടെ കാതുകൾ ഇത് കേൾക്കാനുള്ളതാണ്. അള്ളാഹു നമുക്ക് വേണ്ടി പടച്ചു വച്ച, നമ്മെ ക്ഷണിച്ച, നമ്മെ മോഹിപ്പിച്ച സ്വർഗത്തിലെത്താനും അവിടുത്തെ ശബ്ദം, അവിടെയുള്ള ശബ്ദം കേൾക്കുവാനും അവിടെയുള്ള ഇണകളുടെ പാട്ട് കേൾക്കാനുമുള്ളതാണ്. ഏതെങ്കിലും വൃത്തിയട്ട ഹറാമായത് കേൾക്കാനുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ സംഗീതം അത് കേൾക്കാനുള്ളതല്ല. അത് ഈ സ്വർഗത്തിൽ നിന്ന് നമ്മെ തടയുന്നതാണ്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നമ്മെ തടയുന്നതാണത്. അള്ളാഹു ശൈത്താനോട് പറഞ്ഞെന്താ, ഫസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക വശാരിക്ഹും ഫിൽ അംവാലി വൽ ഔലാദി വഅഇദുഹും വമാ യഅഇദുഹും അശ്ശൈത്താനു ഇല്ലാ ഗുറൂറാ. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക. ഈ നിനക്ക് സാധിക്കുന്നവർ, അവരിൽ നിന്ന് നിനക്ക് സാധിക്കുന്നവരെ, മനുഷ്യരിൽ നിന്ന് നിനക്ക് സാധിക്കുന്നവരെ നിന്റെ ശബ്ദം കൊണ്ട് ഇളക്കി വിട്ടോളൂ, വഴിപഴപ്പിച്ചോളൂ. എന്താ അവന്റെ സൗത്ത്? ഗിന. നമ്മുടെ മുൻഗാമികൾ ആയത്തിന് വിശദീകരിച്ചു പറഞ്ഞത് സംഗീതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ അത് നമ്മോട് പറഞ്ഞു. സൂറത്തുൽ ലുഖ്മാനിലെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, മിനൻ നാസി മൻ യസ്തരി ലഹുവൽ ഹദീസി. മനുഷ്യരിൽ ചിലരുണ്ട് അവർ ലഹുൽ ഹദീസ്, വിലക്ക് വാങ്ങുന്നവരാണ്. എന്താണ് ലഹുൽ ഹദീസ്? അത് ഗിന ആണ്, സംഗീതമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമൻ യസ്തഹില്ലൂന അൽഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. എൻ്റെ ഉമ്മത്തിൽ ഹലാലാക്കുന്ന ആളുകൾ വരും, അനുവദനീയമാണെന്ന് വാദിക്കുന്നവർ വരും. അനുവദനീയമായ കാര്യം അനുവദനീയമാക്കുന്ന ആളുകൾ വരും എന്ന് പറയോ? ഹലാലായ ഒരു കാര്യം അതിനെക്കുറിച്ച് ഹലാലാക്കുന്നവർ വരുമെന്ന് നബി പറയുമ്പോ ഇല്ല, അപ്പൊ അത് ഹറാമാണ്. അൽഹിറ വ്യഭിചാരത്തെ, വൽ ഹരീറ പട്ടുവസ്ത്രം, അത് പുരുഷന് ഹറാമാണ്, പുരുഷന് ധരിക്കാൻ പാടില്ല. വൽ ഖംറ മദ്യം, വൽ മആസിഫ് സംഗീതോപകരണങ്ങൾ,
ഇതിനൊക്കെ ഹലാലാക്കുന്നവർ എൻ്റെ ഉമ്മത്തിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ അവിടുന്ന് പറഞ്ഞു ലയകൂനന്ന ഫി ഹാദിഹിൽ ഈ ഉമ്മത്തിലുണ്ടാകും ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ, ആളുകളുടെ രൂപം മാറ്റിക്കളയുന്ന, ഭൂമിയിൽ ജനങ്ങൾ ആഴ്ത്തിക്കളയുന്ന, എടുത്തെറിയപ്പെടുന്ന ശിക്ഷകൾ ഈ ഉമ്മത്തിന് വരും. സഹാബത്ത് ചോദിച്ചു മതാദാക, എപ്പോഴാണത് വരിക നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ശുരിബത്തുൽ ഖുമൂർ വദഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്, മദ്യപാനം വ്യാപകമായാൽ, നർത്തകിമാരും സംഗീതവും പ്രത്യക്ഷപ്പെട്ടാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അത് ഹലാലാക്കുന്നവർ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് പുലർന്ന് നമ്മൾ കാണുന്നത്, അതാണ് നമ്മൾ പുലർന്ന് കാണുന്നത്. ഹലാലാണെന്ന് പലരും വിചാരിച്ചിരിക്കുന്നു. ഇത് തെറ്റാണെന്ന് തന്നെ പലർക്കും അറിയില്ല. അവർ സംഗീതം ആസ്വദിച്ചിങ്ങനെ കഴിയുന്നു, വാഹനത്തിലും വീട്ടിലുമെല്ലാം. ചില ആളുകൾക്ക് വണ്ടി കയറി അപ്പോ ഇത് വെച്ചാലല്ലാതെ മുന്നോട്ട് നീങ്ങുകയില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹറാമാക്കിയതാണിത്. മദ്യവും ഇതും അതുപോലെ വ്യഭിചാരവും ഈ സംഗീതവും വളരെ ബന്ധമുള്ളതാണ്. വ്യഭിചാരത്തിലേക്ക് നയിക്കും, അത് ഖൽബ് കേടുവരുത്തും. പിശാചിന്റെ ഖുർആനാണത്, അവന്റെ ഓത്ത്. അവന് മുഅ്മിനിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെങ്കിൽ അവന്റെ ഖുർആൻ അഥവാ അവന് ഓതിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്, സംഗീതമാണ്. ഇത് രണ്ടും ഒരു ഖൽബിൽ യോജിക്കുകയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ ഖുർആനും ശൈത്താന്റെ ഖുർആനും ഒരു മനുഷ്യന്റെ ഖൽബിൽ യോജിക്കുകയില്ല. നമ്മളെ പല കുട്ടികൾക്കും, പല വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും എത്ര ദീൻ പറഞ്ഞു കൊടുത്താലും എവിടെയും തട്ടുന്നില്ല, എവിടെയും കയറുന്നില്ല. ഖൽബ് മുഴുവൻ ഇതാണ്, സംഗീതവും സിനിമയും. ഇതിങ്ങനെ കയറി കേടുവന്നിരിക്കുന്നു, അശ്ലീലം കണ്ട് കേടുവന്നിരിക്കുന്നു. ദുനിയാവിന്റെ പിന്നാലെ, ദുനിയാവിലെ തുച്ഛമായ സുഖങ്ങളുടെ പിന്നാലെ അവർ ലയിച്ചു പോയിരിക്കുന്നു, അതിൽ മതിമറന്നു പോയിരിക്കുന്നു. അള്ളാഹുവിന്റെ സ്വർഗം അവർ മറന്നുപോയിരിക്കുന്നു. എത്ര എത്ര ആയത്തുകളിലൂടെ റബ്ബ് സ്വർഗീയ സുഖങ്ങൾ പറഞ്ഞ് നമ്മെ മോഹിപ്പിക്കുന്നു, നമ്മെ അതിലേക്ക് വിളിക്കുന്നു. അത് മറക്കാനാണോ? അല്ലത് ഓർക്കാൻ, വീണ്ടും വീണ്ടും ഓർക്കാൻ, വീണ്ടും വീണ്ടും ഖുർആനിൽ ഈ പറഞ്ഞ ആയത്തുകൾ ഓതാൻ, കേൾക്കാൻ, പഠിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എത്ര എത്ര ഹദീസുകളിൽ ഇത് നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇതാ മുത്തഫഖുൻ അലൈഹി മറ്റൊരു ഹദീസ് ഇമാം ഇബ്നു കസീർ ഈ ആയത്തുകളുടെ തഫ്സീറിൽ ഉദ്ധരിച്ചിരിക്കുന്നു. عن أبي هريرة قال قال رسول الله صلى الله عليه وسلم أول زمرة يدخلون الجنة على صورة القمر ليلة البدر. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന സംഘം അവർ പൗർണമി രാവിലെ ചന്ദ്രന്റെ രൂപത്തിലായിരിക്കും. 14-ാം രാവിൽ തിളങ്ങുന്ന ചന്ദ്രൻ എങ്ങനെയാണോ അതുപോലെ ഭംഗിയുള്ള രൂപത്തിലാണ് സ്വർഗക്കാരിലെ ഒന്നാമത്തെ സംഘം. വല്ലദീന യലൂനഹും, അവർക്ക് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ അലാ ദൗഇ അശദ്ദി കൗകബിൻ ദുർരിയിൻ ഫി സമാഇ ഇദാഅ, സ്വർഗത്തിലേറ്റവും ആകാശത്തിലേറ്റവും നന്നായി തിളങ്ങുന്ന ഒരു നക്ഷത്രം എങ്ങനെയുണ്ടോ അതിന്റെ തിളക്കത്തിൽ ഉള്ളവരാണ് രണ്ടാമത്തെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ, രണ്ടാമത്തെ കൂട്ടർ. ലാ യബൂലൂൻ വലാ യതഗവ്വതൂൻ വലാ യത്ഫുലൂൻ വലാ യതമഖതൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർ സ്വർഗക്കാർ ലാ യബൂലൂൻ, മൂത്രമൊഴിക്കുകയില്ല, വിസർജനമില്ല. അവിടെ മൂത്രമൊഴിക്കുക, കാഷ്ടിക്കുക, നമുക്ക് അത് നമ്മുടെ ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു പ്രയാസമാണ്. യഥാർത്ഥത്തിൽ അതൊരു ഇടങ്ങാറല്ലേ? ചിന്തിച്ചു നോക്കി, അതില്ല, ഒരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. വലയ തഗവ്വതൂൻ, അതുപോലെ തന്നെ കാഷ്ടിക്കുകയില്ല. വലയത്ഫുലൂൻ, തുപ്പുകയില്ല. തുപ്പുക ഒരു ഖബീഹായ കാഴ്ചയാണത്. നമ്മൾ തുപ്പുന്നത് നമുക്ക് കുഴപ്പം തോന്നുകയില്ല, വേറൊരാൾ തുപ്പുക എന്നുള്ളത് കാണുമ്പോൾ പ്രയാസം തോന്നും. ഞാൻ തുപ്പരുത്, ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ തുപ്പരുത്. മറിച്ചത് പരമാവധി ആളുകൾ കാണാത്ത രൂപത്തിൽ തുപ്പും, ആൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ. കാരണം അത് ഉമിനീരോ കപമോ നജസായതുകൊണ്ടല്ല, അത് നജസല്ല. പക്ഷേ അത് നല്ലൊരു മന്ദറല്ല, നല്ലൊരു കാഴ്ചയല്ല, അതത്ര നല്ലതല്ല. അതുകൊണ്ട് അത് മുറുഅത്തിൽപ്പെട്ടതല്ല. എല്ലാവർക്കും ഇങ്ങനെ തുപ്പിയെടുക്കാറുള്ളത്
മുറുഅത്തിന് യോജിച്ച സ്വഭാവമല്ല. മുറുഅത്ത് എന്നാൽ മാന്യത, പൗരുഷം, അതിനൊക്കെയാണ് മുറുഅ എന്ന് പറയുക. മുറുഅത്തും ഖവാരിമുൽ മുറുഅത്തുമുണ്ട്. മുറുഅത്തും ഖവാരിമുൽ മുറുഅ. മുറുഅത്തുന മാന്യതയ്ക്ക് യോജിക്കുന്ന സ്വഭാവം. ഖവാരിമുൽ മുറുഅ എന്നാൽ മാന്യതയ്ക്ക് യോജിക്കാത്ത സ്വഭാവം. അത് ചിലപ്പോൾ ഹറാമായിരിക്കണം എന്നല്ല, ഹറാമായിരിക്കണം എന്നില്ല, പക്ഷേ അത് ചെയ്യരുത്. അങ്ങനത്തെ ചില സ്വഭാവങ്ങളുണ്ട്. അങ്ങനത്തെ ചില സ്വഭാവങ്ങൾ ഇതുപോലത്താണ്. ഉദാഹരണത്തിന് ആളുകൾ പോകുന്ന വഴിയിൽ നടുവിൽ തുപ്പുക, അല്ലെങ്കിൽ ആളുകൾ കാണുന്ന രൂപത്തിൽ ഇതുപോലത്തെ ചെയ്യുക, തുപ്പുക, കാർച്ചി തുപ്പുക പോലെയുള്ളത്. അത് വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അത് തന്നെ കഴിവിൻപടി ആളുകൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ ഒരു മൂലക്ക് പോയിട്ടോ അല്ലെങ്കിൽ ശബ്ദം താഴ്ത്തിയോ കുനിഞ്ഞോ തല താഴ്ത്തിയോ ഒക്കെ ചെയ്യാൻ നോക്കുക. അപ്പൊ അവിടെ സ്വർഗത്തിൽ തുപ്പുകയില്ല. വലയ തമഖതൂൻ എന്നാണ് തമഖത. തമഖത അറബിയിലെ ചില വാക്കുകൾ അതിന്റെ അക്ഷരങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാവും. തമഖത കാർക്കിച്ച് തുപ്പുക, കഫം തുപ്പുക എന്നാണ്. അത് പാടില്ല, അത് ചെയ്യുകയില്ല സ്വർഗത്തിൽ. സ്വർഗക്കാർ അവർ മൂത്രമൊഴിക്കുകയില്ല, കാഷ്ടിക്കുകയില്ല, തുപ്പുകയില്ല, മൂക്ക് ചീറ്റുകയില്ല. തമഖത കഫം തുപ്പുക, മൂക്ക് ചീറ്റുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മൂക്ക് ചീറ്റുക, കഫം തുപ്പുക, മൂക്ക് ചീറ്റുക എന്നതാണ് ഇവിടെ ഉദ്ദേശം. തമഖത എന്നാൽ മൂക്ക് ചീറ്റുക, ഇവിടെ ഉദ്ദേശം അതാണ്. ഇതൊന്നും അവർ ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെ ചില ഹദീസുകളിൽ കാണാം. പിന്നെ എങ്ങനെ അവിടെ കഴിക്കുന്ന ഭക്ഷണം പുറത്തു പോവുക? കസ്തൂരിയുടെ ഗന്ധമുള്ള വിയർപ്പ് കൊണ്ടും ഏമ്പക്കവും കൊണ്ടുമാണ് പുറത്തു പോവുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന സംഘം 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനുള്ള രാത്രിയിലെ ചന്ദ്രന്റെ രൂപത്തിൽ അത്രയും ഭംഗിയിലായിരിക്കും. പിന്നീട് കടക്കുന്ന സംഘം ആകാശത്തിലെ ഏറ്റവും പ്രകാശമുള്ള ഒരു നക്ഷത്രത്തിന്റെ അത്രയും വെളിച്ചമുള്ളവരായിട്ടായിരിക്കും കിടക്കുക. സ്വർഗക്കാർ മൂത്രമൊഴിക്കുകയില്ല, കാഷ്ടിക്കുകയില്ല, തുപ്പുകയില്ല, മൂക്ക് ചീറ്റുകയില്ല. അംഷാത്തുഹുമുദ്ദഹബ് അവരുടെ ചീർപ്പുകൾ, അവർക്ക് ചീകാനുള്ള ചീർപ്പുകൾ സ്വർണം കൊണ്ടുള്ളതാണ്. വറശ്ഹുഹുമുൽ മിസ്ക് അവരുടെ വിയർപ്പ് കസ്തൂരിയുടെ ഗന്ധമുള്ളതാണ്. വമജാമിറുഹുമുൽ ഉലുവ ഉലുവയാണ് അവരുടെ മജാമിർ. മജാമിർ എന്നാൽ കത്തിക്കുക, പുകക്കാനുള്ളത്. അത് ദുനിയാവിലെ ഉലുവ പോലെ ആകണമെന്നില്ല, അല്ല, മറിച്ച് ഏറ്റവും മുന്തിയതാണ് അവിടെ ഉള്ളത്. വഅസ്വാജുഹുമുൽ ഹൂറുൽ ഐൻ അവരുടെ ഇണകൾ ഹൂറുൽ ഐനാണ്, അങ്ങേയറ്റം ഭംഗിയുള്ള സ്ത്രീകൾ. അഖ്ലാഖുഹും അലാ ഖുലുഖി റജുലിൻ വാഹിദിൻ അവരുടെ എല്ലാവരുടെയും സ്വഭാവം ഒരാളുടെ സ്വഭാവം പോലെയാണ്. അവരുടെ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയാണ്, ഏറ്റവും നല്ലവരാണ്. രൂപവും എങ്ങനെയാണ്? അലാ സൂറത്തി അബീഹിം അവരുടെ പിതാവിന്റെ രൂപമാണ് എന്ന് പറഞ്ഞാൽ ഉയരം ദുനിയാവിലെ ഉയരമല്ല, മറിച്ച് 60 ദിറാഅൻ ഫിസ്സമാ 60 മുഴം ഉയരം അവർക്കുണ്ടാകും. അഥവാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉയരത്തിലായിരിക്കും എല്ലാവരും. ചിലപ്പോൾ ചില ആളുകൾക്ക് ഈ ഉയരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വലിയ ഉയരമുള്ള ആളുകളെ സങ്കല്പിക്കുമ്പോൾ നമുക്ക് മോശമായി തോന്നും. അത് നമ്മൾ ചെറുതും ഒരു വലുതും ആയതുകൊണ്ടാണ്. എല്ലാവരും ഒരേ ഉയരത്തിലാകുമ്പോൾ അതെന്ത് ചെയ്യില്ല, അത് മോശമായതല്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വർഗത്തിൽ നിശ്ചയിച്ച രൂപവും സ്വർഗത്തിൽ നിശ്ചയിച്ച പ്രായവും അതാണ് ഏറ്റവും മുന്തിയ രൂപത്തിൽ സ്വർഗം ആസ്വദിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുക. ആ രൂപത്തിലും ആ വലിപ്പത്തിലും ആ പ്രായത്തിലുമാണ് സ്വർഗീയ സുഖങ്ങൾ ഏറ്റവും നന്നായി ആസ്വദിക്കാൻ കഴിയുക. അള്ളാഹു ഏറ്റവും നല്ലത് അതാണ് സ്വർഗവാസികൾക്ക് നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة والله تعالى عالم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.